ആർക്കും വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല റിച്ച് പ്ലം കേക്കാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പ്ലം കേക്കില്ലേ, അതിൻ്റെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 ഓറഞ്ച് കുരു കളഞ്ഞിട്ട് കൈ കൊണ്ടൊന്ന് ജ്യൂസാക്കി കൊണ്ടുവരാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എല്ലാം എടുത്തിട്ടുണ്ട്, കാരണം നല്ല റിച്ച് ആയിട്ട് അങ്ങ് ഇരിക്കട്ടേന്ന്. പിന്നെ ഞാൻ കുറച്ച് വലിയ കേക്കാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കാം. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണേ. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. ക്യാരമലിൻ്റെ കളർ നന്നായിട്ട് മാറണം കേട്ടോ, എന്നാലേ ഉള്ളൂ നമ്മുടെ കേക്കിന് നല്ല കളർ കിട്ടത്തുള്ളൂ. അപ്പോൾ ക്യാരമൽ ആയതിനു ശേഷം അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ആ ഓറഞ്ച് ജ്യൂസോട് കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതുപോലെ ഒന്ന് വെള്ളം മാറാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സിറപ്പ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങ് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. 2 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ചുപ്പ്, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാര, കുറച്ച് സ്പൈസസ്, ഞാനിവിടെ ഏലക്കയുടെ കുരു, ഗ്രാമ്പു, കുറച്ച് സിന്നമൺ പൗഡറാണ്, അല്ലെങ്കിൽ ചെറിയൊരു പട്ടയുടെ കഷ്ണം ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒരു മൈദയുടെ മിക്സ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതുകൂടെ മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ സെസ്റ്റ് വേണം. ഓറഞ്ച് കൊണ്ട് ഇതുപോലെ എടുത്താൽ കിട്ടത്തില്ല കേട്ടോ, അതുകൊണ്ട് മുസമ്പിയുടെ തോല് കൊണ്ട് തന്നെ എടുക്കണം. അതിൻ്റെ ആ വെള്ളപ്പാട്ടില്ലേ, അത് കാണാതെ മുകളിൽ ആ ഓറഞ്ച് കളർ മാത്രം ഒന്ന് പീൽ ചെയ്തെടുക്കാം. വെള്ള കിട്ടിയാൽ കഴിക്കും കേട്ടോ. എന്നിട്ട് അത് മാറ്റി വയ്ക്കണം. ഇനി ഒരു 4 മുട്ട ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം തണുത്ത ബട്ടർ ആണെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ. അതും കൂടി ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. എസൻസുകൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വാനില എസൻസും പൈനാപ്പിളിൻ്റെ എസൻസാണ് ഒഴിച്ചു കൊടുത്തത്. പ്ലമ്മിൻ്റെ എസൻസ് ആണെങ്കിലും നല്ലതാണ്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ക്യാരമലിൻ്റെയും ആ ഓറഞ്ചിൻ്റെയും സിറപ്പില്ലേ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിക്കുമ്പോഴാണ് നല്ല കളറും പ്ലെയിൻ കേക്കിന് നല്ല ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. അതും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് മുഴുവനായിട്ട് വേണ്ടി വന്നില്ല കേട്ടോ, അതിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തുള്ളൂ. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നമ്മുടെ ആ ഒരു മുസമ്പിയുടെ സെസ്റ്റില്ലേ അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ടേ. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. നല്ല കട്ടിയായിട്ട് വേണം കേട്ടോ, ഒരുപാട് ലൂസായി പോവരുത്. ഇനി നമ്മുടെ കേക്ക് ടിന്നിലേക്ക് കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് മൈദയും കൂടി ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ കുറേ അലങ്കോലപ്പണികളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഓവനുള്ളവർ നേരെ ഓവനിലോട്ട് വെച്ചോ, ഇല്ലാത്തവർ ഞാൻ വെച്ചതുപോലെ നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിൽ റിങ് ഇറക്കി വെക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ, ഈ ഒരു കേക്ക് വെന്ത് കിട്ടാൻ. കാരണം ഇത് കുറച്ച് കട്ടിയുള്ള കേക്കാണ്. ഇനി ഇതൊരു 2 ദിവസമെങ്കിലും വെച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ കുഞ്ഞുങ്ങളുള്ളവരൊന്നും സമ്മതിക്കില്ല, ചൂടോടെ അങ്ങ് കട്ട് ചെയ്തു.